ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇന്നിതാ രാവിലെ നേരത്തെ എണീറ്റു. ക്ലാസ് ഒന്നുമില്ല, ഇന്ന് ഹർത്താലാണ്. അപ്പം അത് കാരണം ഇന്ന് ക്ലാസ് ഒന്നുമില്ല. പക്ഷെ എങ്ങനെയോ ഇന്ന് നേരത്തെ എണീറ്റു. അപ്പം ഞാൻ ചിക്കനൊക്കെ കറി വെക്കാനുള്ള ചിക്കനും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മാവ് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് വെള്ളപ്പത്തിനുള്ള മാവ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. യൂട്യൂബിൽ നോക്കിയപ്പോൾ പുതിയൊരു ഇത് കണ്ടതാണ്, പാലപ്പത്തിൻ്റെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. സക്സസ് ആവും എന്താണെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ കേട്ടോ, മാവ് കൂട്ടി വെച്ചിട്ടുണ്ട്. ശരിയാവോ എന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇന്നലെ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മ വന്നപ്പോൾ കൊണ്ടുവന്നാണ്, വലിയ മാങ്ങയാണ്. പക്ഷെ ഇത് ചെറുതായിട്ടൊരു പുളിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇനി നന്നായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് നമുക്ക് അച്ചാറിടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മോർണിംഗ് ആണ്. ഇപ്പം ഞാൻ റെഡി ആയിട്ട് എന്ന് വെച്ചാൽ എണീറ്റ് ജസ്റ്റ് ബ്രഷൊക്കെ ചെയ്ത് മുഖമൊക്കെ കഴുകിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ അലങ്കോലമായി കിടക്കുകയാണ്. നമ്മളെല്ലാവരും മോർണിംഗ് ഇങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. അപ്പം ഇതാ ഈ ടീഷർട്ട് എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഇതെൻ്റെ ബ്രദറിൻ്റെ ആണ്. ഇപ്പോൾ നല്ല കളറിലെ എല്ലാ കളറുകളും മിക്സ് ചെയ്തിട്ട് ഭയങ്കര ഒരു നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ടീഷർട്ടല്ലേ. ഓക്കെ, അപ്പോൾ ഇനി കുട്ടികൾ എണീക്കുന്നതിന് മുമ്പ് നമ്മുടെ പണികളെല്ലാം കഴിക്കണം. എന്നിട്ട് കുറച്ച് നേരം അവരെ കൂടെ കളിക്കണം. ഇനി സ്കൂളിലാത്തതുകൊണ്ട് എന്തായാലും അവരെണീറ്റ് കഴിഞ്ഞാൽ അലമ്പും കളിയും പിന്നെ എല്ലാം വലിച്ചു വാരിടലും ഒക്കെ ആയിരിക്കും. അപ്പോൾ അവരെണീക്കുമ്പോഴേക്കും എല്ലാ പണിയും കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആയാൽ അവരൊപ്പത്തിന് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ, ഇനി ഞാൻ എൻ്റെ പണികൾ സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പോൾ വീട്ടിൻ്റെ അകത്തും പുറത്തൊക്കെ ആയിട്ട് കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തലോടി, അതിനൊക്കെ വെള്ളമില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് വെള്ളമൊക്കെ ഒന്ന് നനച്ച് കൊടുത്ത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തായാലും സ്കൂളിലാത്തതുകൊണ്ട് ടൈമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തായാലും കിച്ചണിൽ പണി നോക്കാമെന്ന് കരുതി കേട്ടോ. മാവ് കൂട്ടി വെച്ചിട്ടുള്ളൂ, അതൊക്കെ ശരിയാവട്ടെ. അപ്പോൾ ഇതാ ഞാൻ ചൂട് കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കോഫിൻ്റെ കൂടെ ബിസ്ക്കറ്റ് ഉണ്ട്. അപ്പോൾ ബിസ്ക്കറ്റും കോഫിയും കൂടി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കോഫി എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? അപ്പോൾ എനിക്ക് കോഫി ഇഷ്ടമാണ്, പാൽ കോഫി കേട്ടോ. കട്ടൻ കാപ്പി ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ കട്ടൻ ചായ കുടിക്കുകയും കുഴപ്പമില്ല, പക്ഷെ കട്ടൻ കാപ്പിക്ക് എത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പാൽ കാപ്പിയാണ് ഒന്നും കൂടി നല്ലത്. അപ്പോൾ ഇതാ നല്ല ചൂടോട് കൂടി അത് കഴിക്കുകയാണ് കേട്ടോ. നല്ല രസമാണ്. ബിസ്ക്കറ്റ് ഉണ്ട്, മുക്കി കഴിക്കില്ല വല്ലാതെ, എന്നാലും അപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അരിപ്പൊടി കൊണ്ട്, അരിപ്പൊടി, തേങ്ങ, പിന്നെ കുറച്ച് ചോറും ഒക്കെ കൂടി കൂട്ടി നമ്മൾ സാധാ വെള്ളത്തിൽ നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളപ്പം ഉണ്ടാക്കാം. കുറച്ച് ഈസ്റ്റും കൂടി കൂട്ടിയാൽ മതി. അപ്പോൾ പച്ചരി അല്ലാതെ നമുക്ക് അരിപ്പൊടി കൊണ്ടും വെള്ളപ്പത്തിനുള്ള മാവ് മിക്സ് ചെയ്യാൻ പറ്റും. ഇവിടെ ആരാണ് ഇതൊക്കെ കളിക്കുക? എന്ത് പരിപാടി? ഇന്ന് സ്കൂളില്ല, അതുകൊണ്ട് നല്ല കളിയിലല്ലേ. നമ്മുടെ അപ്പം ശരിയായിട്ടുണ്ട്. അങ്ങനെ അപ്പം ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ കറിയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തീയും കൂട്ടിയിട്ടുണ്ട്. കാണിച്ചു ഉണ്ടല്ലോ, ഇതാ നല്ല സൂപ്പറായിട്ടുണ്ട് നമ്മുടെ അപ്പം. പിന്നെ എന്താ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ തീ ഒന്ന് ചൂടായിട്ട് വേണം നമുക്ക് ചോറിനുള്ള വെള്ളം വെക്കാനായിട്ട്. അപ്പോൾ ഓക്കെ, ദേവക്കുട്ടി ഫോട്ടോഷൂട്ടിലാണ് കേട്ടോ. അപ്പോൾ ദേവക്കുട്ടി ഇതാ ടീച്ചറായിട്ട് എല്ലാവരും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളുടെ സ്വന്തം മാമിനെ ഇൻസ്പയർഡായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് മാമിനെ. ഇപ്പോഴല്ല, ദിക്റുൻ്റെ മാമായെന്നേ അവൾക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ മാമിൻ്റെ പോലെ ആക്ട് ചെയ്ത് എല്ലാവരെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ മിക്ക കുട്ടികൾക്കും ടീച്ചറാവാനായിരിക്കുമല്ലോ ആഗ്രഹം. കുറച്ചും കൂടി വലുതായാലും അവരുടെ ആ ഒരു ഇഷ്ടങ്ങളൊക്കെ മാറുക. ഇപ്പോൾ എന്തായാലും ദേവക്കുട്ടിക്ക് ടീച്ചറാവാൻ ഇഷ്ടം, അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഈവനിങ് അല്ലേ ഉമ്മയ്ക്ക് ഒരു പ്രത്യേക മഴക്കാലം ആകുമ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ ഉമ്മയുടെ ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഈവനിങ്ങിൽ അരി വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി കഴിഞ്ഞതിന് ശേഷം കുറച്ച് കുതിരാനായിട്ട് വെച്ചിട്ട് പിന്നെ വറുത്ത് തേങ്ങയും പഞ്ചസാരയും കട്ടൻ ചായയൊക്കെ കൂടി മിക്സ് ചെയ്ത് കുടിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതാ അങ്ങനെ തയ്യാറാക്കി ഞങ്ങളെല്ലാവരും കൂടി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവക്കുട്ടിയും ഏക്കും ഒക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാം ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈവനിങ്. അപ്പോൾ എത്ര പേര് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, പണ്ടത്തെ ആൾക്കാരൊക്കെ കേട്ടോ. മുമ്പൊക്കെ കുറേ കാലം മുമ്പൊക്കെ മിക്ക വീടുകളിലും ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ അങ്ങനെ ആരും ഇത് ചെയ്യാറൊന്നുമില്ല, പക്ഷെ എന്നാലും കുറച്ച് പേരെങ്കിലും ചെയ്യുന്നവരുണ്ടാവും. അവർ ജസ്റ്റ് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.